Good morning, children. Once again, welcome back to our social science class. I think you are thorough with the first and second chapters. Okay, now in this class, we are going to discuss the third chapter named Kerala, the land, the rain, and the people. Kerala, the land, the rain, and the people അല്ലേ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മണ്ണും മഴയും മനുഷ്യനും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കേരളത്തിൻ്റെ ഈ ലാൻഡ് ഏരിയ, ഇവിടെ കിട്ടുന്ന മഴ, ഇവിടുത്തെ ജനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ, അതിൻ്റെ കേരളത്തിന് അനുകൂലമായ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. കേരള, ദി ലാൻഡ്, ദി റെയിൻ, ആൻഡ് ദി പീപ്പിൾ. ഹിയർ ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബോയ്, എ ചൈൽഡ്. Way please. The porters weighed down by goods from the lorries were shouting, "In my journeys to the town with my father, this is the first time that I have come across such a big market." അപ്പോൾ ആ കുട്ടി പറയാണല്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു മാർക്കറ്റിൽ വരുന്നത്, അല്ലേ, ഇത്ര വലിയൊരു അങ്ങാടിയിൽ, ഒരു മാർക്കറ്റിൽ വരുന്നത്. എന്താണ് അവിടെ കണ്ടത്? വേ പ്ലീസ്. ദി പോർട്ടേഴ്സ് വെയ്ഡ് ഡൗൺ ബൈ ഗൂഡ്സ് ഫ്രം ദി ലോറീസ് വേർ ഷൗട്ടിങ്, അല്ലേ, അവിടുത്തെ പോർട്ടർമാർ, അല്ലേ, ഈ ചുമട്ടുതൊഴിലാളികൾ, അല്ലേ, പോർട്ടർമാർ, അവരിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത്? വേ പ്ലീസ്, മാറി നിൽക്ക്, ഒന്ന് പോട്ടെ, വഴി തരൂ, അല്ലേ, എങ്ങനെ പറയണം? എന്താണ്? ദി പോർട്ടേഴ്സ് വെയ്ഡ് ഡൗൺ ബൈ ദി ഗൂഡ്സ് ഫ്രം ദി ലോറീസ് വേർ ഷൗട്ടിങ്. ലോറികളിൽ നിന്ന് ചാക്കുകളായി, തലച്ചുമടായി, അതിങ്ങനെ ക്യാരി ചെയ്ത് ഇങ്ങനെ ഏറ്റി വരികയാണ്, അല്ലേ. എന്നിട്ട് അവർ പറയുന്നത് വേ ഡൗൺ, വേ പ്ലീസ്, അല്ലേ, വഴി തരൂ, മാറിക്കവിടുന്ന്, അല്ലേ. നമ്മൾ അങ്ങാടിയിലൊക്കെ പോകുമ്പോൾ അറിയാറില്ലേ, അല്ലേ, വലിയ തിരക്കുള്ള മാർക്കറ്റാണ്, അല്ലേ. എന്നിട്ട് പറയാണ്, ഞാൻ എന്തൊക്കെ കണ്ട്. പംകിൻസ് ആൻഡ് കുക്കുംബേഴ്സ് വർ ഹീപ്ഡ്, സ്നേക്ക് ഗോഡ്സ്, ക്യാരറ്റ്, ഗാബേജ്, ബനാന, ലേഡീസ് ഫിംഗർ, ബിറ്റർ ഗോഡ്സ്. ഹൗ ഡൈവേഴ്സ് ആർ ദി വെജിറ്റബിൾസ്, അല്ലേ. ഞങ്ങൾ നോക്കുമ്പോൾ ഡൈവേഴ്സിറ്റീസ് ഓഫ് വെജിറ്റബിൾസ്, അല്ലെങ്കിൽ വളരെ ഡൈവേഴ്സ് വെജിറ്റബിൾസ്, വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ലൈക്ക് പംകിൻസ് ആൻഡ് കുക്കുംബേഴ്സ് ആർ ഹീപ്ഡ്, അല്ലേ. പംകിനും കുക്കുംബറും അങ്ങനെ മല പോലെ, കുന്നുപോലെ കൂട്ടിയിട്ടുണ്ട്, അല്ലേ. സ്നേക്ക് ഗൗഡ്, ക്യാരറ്റ്, ഗാബേജ്, ബനാന, ലേഡീസ് ഫിംഗർ, ബിറ്റർ ഗൗഡ്, അല്ലേ. പപ്പായും ഈ പറയുന്ന വെണ്ടയും പഴവും, അതുപോലെ കാബേജും, ക്യാരറ്റും, പടവലവും ഒക്കെ ഇങ്ങനെ മാർക്കറ്റിൽ പൂട്ടിയിട്ടിരിക്കുന്നു, അല്ലേ. ധാരാളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ്, അല്ലേ. എനിക്ക് ഭയങ്കര കൗതുകമായി, അല്ലേ. ഞാൻ ഇങ്ങനെ വണ്ടറായി നിൽക്കുകയാണ്. എന്താണ്? ആസ് ഇറ്റ് വാസ് ദി ഡേ ആഫ്റ്റർ എ ഹോളിഡേ ദി മാർക്കറ്റ് വാസ് ബിസി, അല്ലേ. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു? അവധിയായിരുന്നു. അതിന് ശേഷം മാർക്കറ്റ് വളരെ ബിസിയാണ്. ദ മാർക്കറ്റ് വാസ് വെരി ബിസി. വേർ ഡു ദി വെജിറ്റബിൾസ് കം ഫ്രം? മൈ ഫാദർ മെൻഷൻ ദി നെയിംസ് ഓഫ് ഫ്യൂ പ്ലേസസ് സച്ച് ആസ് മൈസൂരു, ഊട്ടി, മെട്ടുപാളയം, കമ്പം, തേനി, ഉടൻചത്രം ആൻഡ് നാഗർകോവിൽ. ഐ ആസ്ക്ഡ് മൈ ഫാദർ, വേർ ഡു ദീസ് വെജിറ്റബിൾ കം ഫ്രം? ഇതൊക്കെ എല്ലാം കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ ഐ ആസ്ക്ഡ് മൈ ഫാദർ, എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? എവിടെ നിന്നാണ് അച്ഛാ ഈ വെജിറ്റബിൾസൊക്കെ കം ഫ്രം? ആൻഡ് മൈ ഫാദർ മെൻഷൻഡ് ഓർ റിപ്ലൈഡ് ദി നെയിംസ് ഓഫ് ഫ്യൂ പ്ലേസസ് ദീസ് വെജിറ്റബിൾ കം ഫ്രം, ലൈക്ക് സച്ച് ആസ് മൈസൂരു, ഊട്ടി, മേട്ടുപാളയം, കമ്പം, തേനി, നാഗർകോവിൽ, ഒടൻചത്രം, ഇങ്ങനെയുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് സ്ഥലങ്ങൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, അല്ലേ. the lion's share of our staple food, rice,
comes from far off places like Simandra and Odisha. അല്ലേ, നമ്മുടെ ഈ പറഞ്ഞ മുഖ്യ ആഹാരം ഏതാ? നമ്മുടെ മുഖ്യ ആഹാരം റൈസ് അല്ലേ, അരിയാണല്ലേ. ദാറ്റ് കംസ് ഫ്രം സീമാന്ധ്ര ആൻഡ് ഒഡീഷ. സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നും ഒരുപാട് ദൂരയിൽ നിന്നാണ് ഇതൊക്കെ ഇങ്ങോട്ട് എത്തുന്നത്. ഐ റിയലൈസ് ദാറ്റ് മോസ്റ്റ് ഐറ്റംസ് ലൈക്ക് ചില്ലി, കൊറിയാൻഡർ ആൻഡ് പൾസസ് കം ഫ്രം അതർ സ്റ്റേറ്റ്സ്. അല്ലേ, ഏതൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എവിടുന്ന വരുന്നത്? ഫ്രം അതർ സ്റ്റേറ്റ്സ്. ഐ റിയലൈസ് ദാറ്റ് ലൈക്ക് ദി ഐറ്റംസ് ചില്ലി, അല്ലേ, കൊറിയാൻഡർ, പൾസസ്, പയറും മല്ലിയും മുളകും ഒക്കെ, ഓൾ ദീസ് ഐറ്റംസ് കം ഫ്രം അതർ സ്റ്റേറ്റ്സ്. And also what about flowers like jasmine, marigold, lotus that are sold in Kerala also come from beyond the border. അല്ലേ, ഇങ്ങനെയുള്ള ഈ ഫ്ലവേഴ്സും കൂടി എവിടെ നിന്നാണ് വരുന്നത്? അതും നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ കേരളത്തിലേക്ക് എത്തുന്നത്. അല്ലേ, ഞാനിങ്ങനെ ചിന്തിച്ചു എല്ലാതും വെജിറ്റബിൾസ്, റൈസ്, ചില്ലി, കൊറിയാൻഡർ, പൾസസ് ആൻഡ് ഓൾസോ ഫ്ലവേഴ്സ് ഓൾസോ. അല്ലേ, ഓൾ ദീസ് കം ഫ്രം അതർ സ്റ്റേറ്റ്സ്. അല്ലേ, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. ഒക്കെ ഫ്രം ബിയോണ്ട് ദി ബോർഡർ, കേരള ബോർഡർ. അല്ലേ, എല്ലാ സാധനങ്ങളും എവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നു? കേരളത്തിൽ കൊണ്ടുവന്നു. സോ നമ്മുടെ കേരളം അറിയപ്പെടുന്നത് തന്നെ എന്താണ്? കൺസ്യൂമർ സ്റ്റേറ്റ് എന്നാണ്. എല്ലാം വാങ്ങുന്ന സ്റ്റേറ്റ്. നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമായത് മതിയായ രീതിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നല്ലേ. വൈ ഡു വി ഹാവ് ടു ബ്രിങ് മോസ്റ്റ് ഓഫ് ദി വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ആൻഡ് സെറിയൽസ് ദാറ്റ് വി നീഡ് ഫ്രം അതർ സ്റ്റേറ്റ്സ്? Why do we have to bring most of the vegetables? അല്ലേ, ഈ വെജിറ്റബിൾസും അതുപോലെ ഫ്ലവേഴ്സും അതുപോലെ ധാന്യങ്ങളും അല്ലെങ്കിൽ ഈ പലവ്യഞ്ജന സാധനങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറ്റു സ്റ്റേറ്റിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത്? പ്രീവിയസ്ലി സച്ച് എ ട്രെൻഡ് വാസ് കൺഫൈൻഡ് ടു ദി ടൗൺസ് അലോൺ, ബട്ട് നൗ ഇറ്റ് ഹാസ് become common in rural areas as well. Can't we cultivate these vegetables, flowers and cereals? അല്ലേ, പറ്റൂലേ? നമുക്ക് പറ്റും. അല്ലേ, ആദ്യമൊക്കെ പട്ടണങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വന്നിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാണെങ്കിലോ ആസ് കോമൺ ഇൻ റൂറൽ ഏരിയാസ് ആസ് വെൽ. അല്ലേ, ഇങ്ങനെ ഈ പറയുന്ന ഉൾനാടുകളിൽ പോലും, അല്ലേ, ഗ്രാമപ്രദേശത്ത് പോലും ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാധന സാമഗ്രികളാണ് വിൽക്കുന്നത്. അല്ലേ, കൊണ്ടുവന്ന് വിൽക്കുന്നത്. കാൻ വി കൾട്ടിവേറ്റ് ദീസ് വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ആൻഡ് സെറിയൽസ് ഹിയർ? പറ്റൂലേ? പറ്റും. അതിന് ചില റിക്വയർഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലേ, ആ ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്, അത് നമുക്കുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? അല്ലേ, വാട്ട് ആർ ദി എസെൻഷ്യൽ ഫാക്ടർ റിക്വയർഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ദി വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, സെറിയൽസ്, റൈസ്, എക്സെട്ര. വാട്ട് ആർ ദി എസെൻഷ്യൽ ഫാക്ടേഴ്സ്? To cultivate the above items, what are the required factors or the factors required for the cultivation of the above items? These are the factors. One is, the most important one is what? Fertile soil. What is fertile soil? ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് വേണം. നല്ല സാധനങ്ങൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന് വളർന്നു വരാനുള്ള നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് വേണം. ഫെർട്ടൈൽ സോയിൽ വേണം. അല്ലേ, ഫെർട്ടൈൽ സോയിൽ. ദെൻ ഫേവറബിൾ ക്ലൈമറ്റ്. എല്ലാ വെജിറ്റബിൾസിനും അല്ലെങ്കിൽ എല്ലാ സെറിയൽസിനും അല്ലെങ്കിൽ എല്ലാ ഈ പൾസസ് ഐറ്റംസിനൊന്നും ഒരേ കാലാവസ്ഥയല്ല വേണ്ടത്. ചിലതിന് മഴ കൂടുതൽ വേണം, ചിലതിന് കുറഞ്ഞ മഴ മതി, ചിലത് ചെരിഞ്ഞ പ്രദേശത്ത് ഉണ്ടാവും, ചിലത് വെള്ളക്കെട്ട് ഇല്ലാത്ത പ്രദേശത്ത്, ചിലത് വെള്ളക്കെട്ടുള്ള പ്രദേശത്ത്. അങ്ങനെ നോക്കുമ്പോൾ ഫേവറബിൾ ക്ലൈമറ്റ് വേണം. അല്ലേ, നല്ല തണുപ്പ് സീസൺ ചിലതിന് വേണം, ചിലതിന് വെയിൽ വേണം. അല്ലേ, നല്ല ചൂട് വേണം, ചിലത് പാകമായി കിട്ടാൻ നല്ല ചൂട് വേണം, ചിലത് നന്നായിട്ട് തണുപ്പ് കിട്ടണം അല്ലെങ്കിൽ മഴ കിട്ടണം. അങ്ങനെ പലതരത്തിലുള്ള ക്ലൈമറ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് വേണം. എല്ലാ ഐറ്റംസും എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അല്ലേ, സാധാരണയായിട്ട് നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആപ്പിൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കാണാറുണ്ടോ വ്യാപകമായിട്ട്? ഇല്ല. അല്ലേ, എന്താ കാരണം? ആപ്പിൾ കൃഷിക്ക് നല്ല തണുപ്പുള്ള പ്രദേശം വേണം. അല്ലേ, അപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് കാശ്മീർ. അല്ലേ, കാശ്മീരിലെ ആപ്പിളാണ് അല്ലെങ്കിൽ ഡൽഹിയിലെ ആപ്പിളാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ കാണാറുണ്ട്. അല്ലേ, എന്താണത്? നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സാധനം. അപ്പോൾ അതുപോലെ ഫേവറബിൾ ക്ലൈമറ്റ് ഇസ് എൻ എസെൻഷ്യൽ ഫാക്ടർ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ദി എബോവ്. ദെൻ
അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലേ, വാട്ടർ വളരെ പ്രധാനമാണ്. ഈ വിളകളൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജലലഭ്യത ഉറപ്പാക്കണം അല്ലേ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ലഭ്യത, വാട്ടറിൻ്റെ അല്ലേ, വെള്ളത്തിൻ്റെ ലഭ്യത, അത് വളരെ പ്രധാനപ്പെട്ട. ഇനി അനദർ ഫാക്ടർ ഈസ് മാൻ പവർ. മാൻ പവർ ഈസ് അനദർ ഫാക്ടർ അല്ലേ. മനുഷ്യ അധ്വാനം വേണം, അല്ലെങ്കിൽ മനുഷ്യന് കായികശേഷിയുള്ള മനുഷ്യൻ്റെ അധ്വാനം എന്തിനു വേണം? ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ദി എബവ് അല്ലേ. ദീസ് ആർ ദി മെയിൻ ഫാക്ടേഴ്സ്. ഇത് കൂടാതെ വേറെയും ചില ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഏതാ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് ഏജൻസീസ് അല്ലേ, അങ്ങനെയുള്ള കുറേ ഹെൽപ്പുകൾ വേറെയും വേണ്ടതായിട്ട് വരും. ദീസ് ആർ ദി ബേസിക് ഫാക്ടേഴ്സ് അല്ലേ. എന്തൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, manpower, etc. are the main factors for the cultivation of the above items, that's vegetables, pulses, rice, etc. Then we can compare all these with our neighboring states. നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഫ്രം തമിഴ്നാട്. വി നോ അല്ലേ. തമിഴ്നാട് ഈസ് വൺ ഓഫ് ദി ലീഡിങ് സപ്ലയർ ഓഫ് വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ആൻഡ് ഗ്രോസറീസ് ടു കേരള അല്ലേ. ഈ ധാന്യങ്ങളും അതുപോലെ ഈ പലവ്യഞ്ജന സാധനങ്ങളും അതുപോലെയുള്ള ഫ്ലവേഴ്സും വെജിറ്റബിൾസൊക്കെ മോസ്റ്റ് ഓഫ് 90% കമ്മിങ് ഫ്രം തമിഴ്നാടു. And we can compare. Shall we compare the agricultural situation in Tamil Nadu and Kerala with Kerala? In Kerala and Tamil Nadu. Here the comparison may be done based on the factors that we have identified earlier, and look at the following table. Here is a table of Tamil Nadu and Kerala, and we can find out some essential things or the factors. So major soil types of Kerala and Tamil Nadu. Here is the column number 1. കേരളത്തിൽ അവൈലബിൾ ആയ അല്ലെങ്കിൽ കേരളത്തിൽ പ്രധാനമായും കണ്ടുവരുന്ന സോയിൽ ടൈപ്പുകൾ ഏതൊക്കെയാണ്? അലൂവിയൽ സോയിൽ കേരളത്തിൽ കണ്ടുവരുന്നത് അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ ചരൽ മണ്ണ്, ഫോറസ്റ്റ് സോയിൽ, വനമണ്ണ്, റെഡ് സോയിൽ, ചെമ്മണ്ണ്, ചുവന്ന മണ്ണ്. ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന കേരളത്തിൽ കാണുന്ന മണ്ണ് ഇനങ്ങൾ ടൈപ്സ് ഓഫ് സോയിൽ. ഏതൊക്കെയാണ്? അലൂവിയൽ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ഫോറസ്റ്റ് സോയിൽ ആൻഡ് റെഡ് സോയിൽ. എന്നാൽ തമിഴ്നാട്ടിൽ കാണുന്നതോ റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ ആൻഡ് കോസ്റ്റൽ അലൂവിയം. തീരപ്രദേശത്തുള്ള എക്കൽ മണ്ണുകൾ, ലാറ്ററൈറ്റ് സോയിൽ ചരൽ മണ്ണ്, ബ്ലാക്ക് സോയിൽ, അതുപോലെ റെഡ് സോയിൽ. അപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്ന ഇതും കേരളത്തിൽ കാണുന്നതും ഏകദേശമൊക്കെ ഒരുപോലെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം ഒരുപോലെയുള്ള ഈ പറയുന്ന സോയിൽ ടൈപ്പുകളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അലൂവിയൽ സോയിലൊക്കെ കേരളത്തിൽ കാണുന്നുണ്ട്, ഫലഭൂയിഷ്ടമായിട്ടുള്ള എക്കൽ മണ്ണുകൾ. ആൻഡ് അനദർ thing is availability of water in Kerala and Tamil Nadu. എന്താണ് കേരളത്തിൻ്റെ വാട്ടർ അവൈലബിലിറ്റി എങ്ങനെയൊക്കെ നോക്കാം. ആനുവൽ റെയിൻഫാൾ 300 സെൻറ്റിമീറ്റർ ആവറേജ്. 300 സെൻറ്റിമീറ്റർ അല്ലേ. മഴ അളക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആനുവൽ റെയിൻഫാൾ ഒരു വർഷത്തിൽ ശരാശരി വർഷപാതം അല്ലെങ്കിൽ ഈ മഴ കിട്ടുന്നത് 300 സെൻറ്റിമീറ്റർ മഴ കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഓൺ ദി അതർ ഹാൻഡ് തമിഴ്നാട്ടിൽ കിട്ടുന്ന റെയിൻഫാൾ എത്ര? ആനുവൽ റെയിൻഫാൾ 95.9 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിൽ കിട്ടുന്ന മഴ. മനസ്സിലാവും? വെൻ വി കമ്പയർ കേരള ആൻഡ് തമിഴ്നാടു ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് എവിടെയാണ്? ഓഫ് കോഴ്സ് കേരളത്തിലാണല്ലേ. 300 സെൻറ്റിമീറ്റർ റെയിൻഫാൾ we get. On the other hand, in Tamil Nadu, this rainfall is only 95.9. ഏകദേശം 1/3 അല്ലേ, 1/3 ഭാഗം മാത്രം കേരളത്തിനെ അപേക്ഷിച്ച് കേരളത്തിന് 1/3 ഭാഗം മഴ മാത്രമേ തമിഴ്നാട്ടിൽ കിട്ടുന്നുള്ളൂ. ഇനി റിവേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും as we know, in Kerala lot of rivers, that's about 44 rivers, while on the other hand in Tamil Nadu only 14 rivers. ഇവിടെ 44 റിവേഴ്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഓൺലി എത്ര മാത്രമേ ഉള്ളൂ?
എത്രയേ ഉള്ളൂ? ഇറ്റ്സ് only 14 rivers, and as rainfall is sufficient, irrigation is not necessary in most places. As rainfall is scanty, irrigation is essential in Tamil Nadu. നമുക്ക് റെയിൻഫാൾ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഏകദേശം 300 സെൻറ്റിമീറ്റർ റെയിൻഫാൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യമില്ല? ഈ ഇറിഗേഷൻ അത്ര കൂടുതൽ ആവശ്യമില്ല അല്ലേ? കൂടുതൽ ഇറിഗേഷൻ്റെ ആവശ്യം ഇല്ല. പക്ഷേ തമിഴ്നാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ റെയിൻഫാൾ ഈസ് സ്കാൻഡി അല്ലേ? അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി കൾട്ടിവേഷൻ. വെൻ വി കമ്പയർ ദീസ് ടു സ്റ്റേറ്റ്സ്, ദാറ്റ്സ് കേരള ആൻഡ് തമിഴ്നാട്, വെൻ വി കമ്പയർ ദി തമിഴ്നാട് വിത്ത് Kerala and Tamil Nadu have almost the same soil types, but alluvial soil which is ideal for agriculture exists in Kerala. ഏകദേശം തുല്യമാണ്, പക്ഷേ the soil type alluvial soil, that's favorable for the cultivation as the exists in Kerala. കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യമായ അലൂവിയൽ സോയിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ? നമ്മുടെ ഈ നെൽവയലുകളിലൊക്കെ കാണുന്ന ഈ എക്കൽ മണ്ണുകൾ അല്ലേ? ആൻഡ് ഇൻ ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ആസ് വെൽ, കേരള ഇസ് ഫാർ അഹെഡ് ഓഫ് തമിഴ്നാടു. വെൻ വി കമ്പയർ തമിഴ്നാടു, ഏതാ കൂടുതൽ മഴ കിട്ടുന്ന സ്റ്റേറ്റ് ആണ് കേരളം അല്ലേ? തമിഴ്നാട്ടിൽ ഏകദേശം 95.9 സെൻറ്റിമീറ്റർ മഴ കിട്ടുമ്പോൾ കേരളത്തിൽ 300 സെൻറ്റിമീറ്റർ മഴയാണ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ. ആൻഡ് വാട്ട് അതർ ഇൻഫ്ലുവൻസ് ക്യാൻ ബി മെയ്ഡ് അല്ലേ? And aren't you convinced that Kerala is suitable for the agricultural practice? So when we compare these two states in the case of soil type and the availability of water, Kerala is most suitable for cultivation അല്ലേ? അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? കേരളം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ആൻഡ് വി യൂസ് ടു യൂട്ടിലൈസ് ദീസ് ഫേവറബിൾ കണ്ടീഷൻ വെൽ. In Kerala, the conditions are favorable for the growth of not only coconut, paddy, tapioca, yam and elephant foot yam, but also spices crops like pepper, ginger and cardamom. In Kerala, the conditions are favorable for the growth of not only coconut അല്ലേ? എന്തൊക്കെ അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്? അറ്റ്മോസ്ഫിയർ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് കോക്കനട്ട്സ്, പാഡി, ടാപ്പിയോക്ക, യാം ആൻഡ് എലഫന്റ് ഫുഡ് യാം അല്ലേ? ചേനയും കാച്ചിലും ഒക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന നെല്ലും തേങ്ങയും ഒക്കെ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം. ആൻഡ് ഓൾസോ സ്പൈസസ് ക്രോപ്സ് ലൈക്ക് പെപ്പർ, ജിഞ്ചർ, കാർഡമം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ആൻഡ് okay, clear? In short, Kerala is a favorable land for the cultivation of the agricultural items. Okay, and I think you are thorough with this portion, and the next class we can explain the physiographic characteristics and the resultant agricultural diversity of Kerala. Okay, thank you.